ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരാളെനിക്കൊരു വമ്പം പണി തന്നേക്കുവാണേ. ഇത് തിയേറ്ററിൻ്റെ കർട്ടനാട്ടോ. ഇത് ശരിക്കും കണ്ണേട്ടൻ വളരെ കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്നൊക്കെ തയ്പ്പിച്ചൊക്കെ മേടിച്ചതാണേ. ഞങ്ങൾ പഴയ വീട്ടിൽ തിയേറ്ററിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കർട്ടൻ മുകളിലോട്ട് പൊങ്ങുകയും താഴോട്ട് താഴ്ത്തുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ കണ്ണേട്ടൻ ചെയ്തിരുന്നു. പക്ഷേ അത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് കർട്ടൻ ഇങ്ങനെ പൊങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കണ്ണേട്ടന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ അന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതെല്ലാം വീണ്ടും പ്രിപ്പയർ ചെയ്യുവാണേ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ റിങ് പോലെ ഇടയ്ക്കിടയ്ക്ക് തയ്ച്ചു വെക്കാനായിട്ട് എനിക്ക് തന്നേക്കും കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റേജിൻ്റെ കർട്ടൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു റിങ് ഉണ്ടാവും. അതുവഴിയായിരിക്കും ഇങ്ങനെ കയറിലൂടെ കർട്ടൻ പൊങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞായിട്ട് ഇതിൽ കുറേ തയ്ക്കാനുണ്ട് കേട്ടോ. ഇതൊരു വമ്പം പണിയായിപ്പോയേ. എന്തായാലും കണ്ണേട്ടൻ്റെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം അല്ലേ. ഞങ്ങൾ ഫുൾ ഫാമിലി ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആട്ടോ, ഈ കർട്ടനെ ഇങ്ങനെ മോട്ടറിൽ കൂടെ പൊങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. കണ്ണേട്ടൻ ഫുൾ ഡേ ഇതിനകത്ത് തന്നെയാണ്. പഴയ സ്ക്രീനെല്ലാം ഊരി വെച്ച് തിയേറ്ററിൻ്റെ എല്ലാം അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻസൊക്കെ പിടിപ്പിച്ച് അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല കേട്ടോ. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കർട്ടൻ പൊങ്ങുന്നത് നോക്കുവാണേ. ഇത് ഫസ്റ്റ് ട്രയലായിരുന്നു കേട്ടോ, പക്ഷേ ഇത് സക്സസ് ആയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി കേട്ടോ. കാരണം കണ്ണേട്ടൻ ഭയങ്കര വിഷമമായി, ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ആദ്യത്തെ ദിവസം അത് പൊങ്ങിയില്ല. എന്താ അറിയോ, അതിനിടയ്ക്കുള്ള ത്രെഡ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ സ്റ്റക്കാവുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പിന്നെ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ മാറ്റി വീണ്ടും ഇതെല്ലാം അഴിച്ച് വീണ്ടും ഫിക്സ് ചെയ്തിട്ട് രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് വീണ്ടും കണ്ണേട്ടനത് പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. ആള് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആട്ടോ ഓൺ ചെയ്യുന്നത്. പക്ഷേ അതും ഇടയ്ക്കൊന്ന് സ്റ്റക്കായിട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പേടിച്ചു പോയി, കണ്ണേട്ടന് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വീണ്ടും അത് സ്റ്റക്കായെന്ന്. പക്ഷെ അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണേട്ടൻ ചെന്ന് വീണ്ടും സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്തോ ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു. വീണ്ടും അത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ കർട്ടൻ പൊങ്ങുന്നു. ഇത് ശരിക്കും കണ്ണേട്ടൻ്റെ 100% ഡെഡിക്കേഷൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഒക്കെ ഫലം കേട്ടോ. കുറേ കഷ്ടപ്പെട്ട് അതിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി കുറേ തവണ ഫെയിലായി, അവസാനം എന്തായാലും സക്സസ് ആയി. ഇതിങ്ങനെ പൊങ്ങുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും ഇതിൻ്റെ പണി ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സ്ക്രീനും എല്ലാം ഊരി മാറ്റി വെച്ചേക്കുമോ. ഇനി ഇതിനകത്ത് കുറേ സർപ്രൈസുകളുണ്ട്. അത് ഞാൻ പോകെ അടുത്ത വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. കണ്ണേട്ടൻ്റെ ഒരു ഹാപ്പിനെസ് കണ്ടോ. ഇനി ആ കർട്ടൻ തിരിച്ചിറങ്ങുവാണേ. ഇത് രണ്ടും ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു പരീക്ഷണവും എഫേർട്ടും സക്സസ് ആയി. വീട് ഫുള്ള് ഹാപ്പിയായി. കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണേ. ഇന്നപ്പോൾ വീട്ടിൽ കർട്ടൻ പൊങ്ങിയതിൻ്റെ ആഘോഷം. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.